ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടൊരു 5 വർഷം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. കല്യാണം കഴിയുന്നതിന് ആ, ഒരു കൊല്ലം മുമ്പൊക്കെ നമുക്കറിയായിരുന്നു അല്ലേ? ആ, അറിയാം. ഒരു കൊല്ലം മുമ്പൊക്കെ. ആ സമയത്ത് ഞാൻ കുറെ നിന്റെ ഓരോ കാര്യങ്ങളും പ്രശംസിച്ചിരുന്നു. നിന്റെ പ്രസൻസ് എനിക്ക് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ഏത് സമയത്തായാലും വിളിച്ച് കിട്ടിയില്ലെങ്കിലുള്ള വിഷമം പറയാറുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു 1 ഇയർ ജേർണി വാസ് അല്ലേ, ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. അതിനൊരു വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഒരു ദിവസം പോലും എത്രയോ മണിക്കൂറുകളുള്ള സംസാരം. അന്ന് സംസാരിക്കാൻ ഇഷ്ടംപോലെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. ലോകത്തിന് കീഴിലുള്ള എല്ലാത്തിനെയും പറ്റിയും സംസാരിക്കുമായിരുന്നു. നീ ഓരോന്ന് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും, ഓരോ പാട്ടുകളാണെങ്കിലും, കവിതകൾ എഴുതുന്നതായാലും, മറ്റേ നമ്മുടെ തുളസിത്തറയിലേക്ക് വിളക്ക് കൊണ്ട് വെച്ചുകൊണ്ട് വരുന്ന ആ വീഡിയോ ആണ്. അതൊക്കെ എത്രത്തോളം എന്നെ ആ സമയത്ത് എനിക്ക് അതിനൊക്കെ ഭയങ്കര വാല്യൂ ആയിരുന്നു തോന്നിയിരുന്നത് അന്നത്തെ സമയത്ത്. നമ്മൾ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് കാര്യം നീ കൂടെ ഉണ്ടെന്നുള്ള ഒരു കൂടെ ഉണ്ട്, ഇനി നീ എവിടത്തും പോകത്തില്ല, ആ ഒരു വിശ്വാസം, എവിടെയോ കുറച്ച് അഹങ്കാരമൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ അത്രത്തോളം പ്രശംസിക്കാൻ നിൽക്കാറില്ല, അല്ലെങ്കിൽ കൂടുതൽ വഴക്ക് പറയാൻ തുടങ്ങിക്കാണാൻ സ്വാതന്ത്ര്യമുള്ളതിൻ്റെ. അതെങ്ങനത്തെ സ്വാതന്ത്ര്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ റൈറ്റ്സ് കാണിക്കാനുള്ള അധികാരത്തിന്റെ സ്വാതന്ത്ര്യമാണോ, ഇഷ്ടത്തിന്റെ സ്വാതന്ത്ര്യമാണോ, രണ്ടും കൂടെ ഇടകലർന്നതാണ്. പക്ഷെ അത് തോന്നുക, അത് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് റെസ്പോൺസിബിലിറ്റി ആവുമ്പം എല്ലാരും അങ്ങനെ ആയിപ്പോകുമെന്ന് എനിക്കറിയാം. ഞാനും അച്ഛനും, അമ്മ മരിച്ചതിന് ശേഷം ഞാനും അച്ഛനും ബ്രദറും ഒക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീടുന്നത് പറയാൻ പറ്റാത്ത ലെവലിലായിപ്പോയി. ഒരു കെട്ടിടത്തിൽ, ഒരു 3-4-5 മുറിയുള്ള ഒരു കെട്ടിടത്തിൽ നമ്മൾ താമസിക്കും. ഹോട്ടലിൽ നിന്നായിരിക്കും ആഹാരം. ചിലപ്പം ഏതെങ്കിലും ഒരു സെർവൻറ്റിനെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമ്പോൾ അവർ വീട്ടിൽ വന്ന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരും. നീ വന്നതിന് ശേഷമായിരിക്കും ഇപ്പോൾ രാവിലെ ഇന്ന സമയത്ത് ഞാൻ ഇഷ്ടമുള്ളവർ എനിക്ക് ഇന്ന് ഇത് കഴിക്കണം, മറ്റേത് ഇന്ന് എവിടെ പോയി ആ ഹോട്ടലിൽ ഒരു ചപ്പാത്തിയും പീസ് കറി ആണെങ്കിൽ ഞാൻ അതായിരിക്കും കഴിക്കുന്നത്. ചോറോ എന്തെങ്കിലും കറി അത് അവിടെ അവൈലബിൾ സാധനം അത് ഓർഡർ ചെയ്ത് എനിക്ക് വെളിയിൽ നിന്ന് കഴിക്കുന്നത് ഞാൻ അങ്ങ് വെറുത്തുമായിരുന്നു. പക്ഷെ അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. എൻ്റെ ഓൺ ചോയ്സ്, എന്ത് ചോദിച്ചാലും അത് ഉണ്ടാക്കി തരാൻ നീ ഒരുപാട് കിച്ചണിൽ നീ എക്സ്പേർട്ട് അല്ലെങ്കിൽ പോലും നീ അത് പഠിക്കാനും, അതായത് എൻ്റെ കെട്ടിടത്തിനെ നീ ഒരു വീടാക്കി മാറ്റി, ഹൗസിനെ ഹോമാക്കി മാറ്റി. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ആദ്യം ഭീമുണ്ടായി. ഭീമായ പോലും എളുപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഇടയിൽ ഗസ്റ്റായിട്ട് വന്നത്. ഭീമിനെ നമ്മൾ വളർത്താനും നമ്മൾ ഒരുപാട് പെയിൻസ് എടുത്ത്, ആ പെയിൻസിനൊക്കെ സുഖമുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം. ആ പെയിൻസിനൊക്കെ സുഖമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ പാർക്കുട്ടി വന്നു, ഇപ്പം നമ്മളിവിടെ തന്നെ പേര് നളന്ത, അവള് വന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഒരു ഭയങ്കര ടോട്ടാലിറ്റി. പക്ഷേ ഈ ടോട്ടാലിറ്റി നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. കാര്യം ഞാൻ ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിന്ന് എളുപ്പം പൊട്ടിത്തെറിച്ച് നമ്മൾ ഇതായി പോയതാണ്, പീസസ് ആയി പോയതാണ്. അപ്പോൾ എനിക്ക് ടോട്ടാലിറ്റി എനിക്ക് എപ്പോഴും പേടി. കാര്യം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്തും എൻ്റെ നിന്ന് എളുപ്പം പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ജീവിതത്തിൽ ഇപ്പം പോലും അതെനിക്കൊരു കൈൻഡ് ഓഫ് ഫിയർ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് ഒരു കാര്യം ഇഷ്ടപ്പെടരുത്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന്. അത് ഞാൻ കഴിയുന്നത് ചിലപ്പം നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പോലും ഞാൻ പ്രിറ്റൻഡ് ചെയ്യും. ആരും അതൊക്കെ അറിയണ്ട, ദൈവം പോലും അത്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷവും ഞാനത് ഒരു ഒരുപാട് ഇഷ്ടത്തോടു കൂടി അത് ഞാൻ നിന്നെ കൂടെ വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഒരു മൊമെന്റ്സിൽ ഞാൻ നിന്നെ താങ്ക് ചെയ്യാനൊന്നും എനിക്കത് അറിയില്ല, അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോഴും തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ ശരിക്കും അതൊക്കെ ചെയ്യണം. അതും നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. ആ തിരക്കിലും ബഹളത്തിലും ഭ്രാന്തിലും പെട്ട് അതൊക്കെ വിട്ടുപോകാറുണ്ട്. പക്ഷെ അതും വേണം, അത് നമ്മുടെ ഒരു ജേണിയുടെ പാർട്ടാണ്. താങ്ക് യു, താങ്ക് യു. ആരും കാണരുത് കരയുന്നു. ശേ
എനിക്ക് സത്യത്തില് ആദ്യം ആ, ആദ്യം എനിക്ക് അറിയായിരുന്നു. ഞാൻ കണ്ണൻ്റെ കൂടെ ജീവിതം ഒന്ന് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം കണ്ണൻ അങ്ങനെ ഒരു കല്യാണം എന്നുള്ളൊരു കാര്യത്തിലോട്ട് ഒരിക്കലും പോവില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ സത്യത്തിൽ ഞാൻ ഒരിക്കലൊരു ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരണം എന്നല്ല ഞാൻ ഒരിക്കലും വിചാരിച്ചത്. കണ്ണനപ്പം ഇല്ലാതെ പോയ ഒരുപാട് ഗ്യാപ്സ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എവിടേക്കോ വിട്ടുപോയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ആയിത്തീരണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സത്യത്തിൽ നമുക്ക് ഭീമുണ്ടായപ്പോ പോലും എനിക്ക് അവരോട് വലിയ ഇഷ്ടം തോന്നിയതില്ല. കാരണം അപ്പം എന്റെ മനസ്സിലുള്ള ചിന്ത എന്താന്ന് വെച്ചാല് അവനോടുള്ള ഇഷ്ടം പോലും എനിക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോരുതെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ കണ്ണൻ ഇത് താങ്ക്സ് ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ മോനെ വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് അവൻ നമ്മളോട് താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ കണ്ണൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കി തരുന്ന പോലുള്ള ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ അതിന് നിന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ സ്വാതന്ത്ര്യത്തിന്റെ കുറ്റമായിട്ടാ. എനിക്ക് അതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പറഞ്ഞാലും എനിക്കറിയാം നീ ഒരിടത്തും പോവില്ല, നീ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതിന് താങ്ക്സ് പറയേണ്ടത് കണ്ണൻ്റെ പേരൻസിനോടെയാണ്. കാരണം കണ്ണൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, കല്യാണത്തിന്റെ സമയത്ത് റോൾഡ് കൊണ്ടിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതിയെന്ന്. അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സത്യത്തിൽ അന്നൊക്കെ എനിക്ക് മനസ്സിലായത് എത്രത്തോളം നല്ല വാല്യൂസ് ആണ് കണ്ണൻ്റെ പേരൻസ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതെന്നാണ്. സത്യത്തിൽ ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് കുറേ പാഠങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. നമുക്കൊരു മോനില്ലേ, നമ്മൾ എന്തൊക്കെ വാല്യൂസാണ് നമ്മൾ അവനെ കൈമാറേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളും കൂടെ ഞാൻ ആ വീട്ടിൽ വന്ന ശേഷം പഠിച്ചു. ശരിക്കും അവർ ആ വീട്ടിൽ ഒരു പ്രസൻസ് അവരുടെ ഉണ്ടായിട്ടില്ലെങ്കിലും അവർ ശരിക്കും അവിടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായ സമയത്തൊക്കെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭീമുണ്ടായ സമയത്താണെങ്കിലും എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് ഈ വിഷമം തോന്നുന്നതും എല്ലാം കാരണം എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണെന്ന്. പക്ഷെ അപ്പോഴും കണ്ണൻ സത്യത്തിലെ എനിക്ക് വളരെ അടുത്ത റിലേഷൻഷിപ്സ് പോലെ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് പല ഫാമിലി റിലേഷൻഷിപ്സും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കണ്ണൻ എന്നെ കൂടെ ചേർത്തി പറഞ്ഞു, നിന്റെ ഈ അവസ്ഥയുടെ ഒരു പ്രശ്നമാണ്, ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ മാറുമെന്ന്. പക്ഷെ എന്നെ വേറെ ആരും അങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം എനിക്കുണ്ടായ റിലേഷൻഷിപ്സിൽ ഇപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ വീട്ടുകാർ ആരാണെങ്കിലും എനിക്കൊരു വഴക്കുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വഴക്കുണ്ടാക്കിയ അവരെന്നോട് പിണങ്ങോ, എന്നോട് ദേഷ്യം തോന്നോ, അങ്ങനെ എനിക്ക് 100 കൂട്ടം ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് ആരടുത്തും എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങ് ബിഹേവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ശരിക്കും ഞാൻ ഇത്രയും വഴക്കിടുന്നത് കണ്ണൻ്റെ അടുത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. പക്ഷെ ഞാൻ ആരടുത്തും ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട്. എനിക്ക് അടി കൂടാനായാലും ദേഷ്യപ്പെടാനായാലും എന്തിനായാലും എനിക്ക് മറ്റാരിലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പാണത്. സത്യം പറഞ്ഞ ഇറ്റ്സ് സംതിങ് ഡിവൈൻ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫ് തുടങ്ങിയതിനു ശേഷം ഞാനൊരു വലിയ തെറ്റ് ഞാൻ ചെയ്തു. അത് ഞാൻ ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല. അത് ഒട്ടും എനിക്കത് ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. ഞാൻ ആ തെറ്റ് ചെയ്തു. അത് ഒരിക്കലും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റേണ്ടതല്ല, പറ്റിപ്പോയി. പക്ഷെ ഏറ്റവും കെയർഫുള്ളായിട്ടിരിക്കുന്നവരുടെ നിന്നായിരിക്കാം അത് പറ്റുന്നത്.